രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊല്ലം മഹാനഗരത്തിന്റെ നേതൃത്വത്തിൽ അഖണ്ഡ ഭാരത ദിനം അമൃത യുവ സമാവേശ് ആചരിക്കുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള പ്രാന്ത സഹകാര്യവാഹ് കെ.ബി. ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തുകയാണ്. തത്സമയത്തിലേക്ക് ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യദാനം കൊടുക്കാൻ കഴിയുക മാത്രമല്ല, ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി അയക്കാൻ കഴിയുന്നു എന്നുള്ളതും ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രത്യേകതയാണ്. പോർമുഖങ്ങളിൽ ഭാരതത്തിന്റെ സൈന്യം മുന്നോട്ടാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് വിസ്മയമാണ്. 25 മിനിറ്റായിരുന്നു അതിന്റെ ദൈർഘ്യം. ഇത് വികസിതമാകുന്ന ഭാരതമാണ്. അജ്ഞരില്ലാത്ത, അവശരില്ലാത്ത, ആദതികളില്ലാത്ത, വേവലാതികളില്ലാത്ത ഒരു ഭാരതമാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്. നിങ്ങൾ ആ ഭാരതത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ്. അങ്ങനെ നേതൃത്വത്തിലേക്ക് വരുന്ന ഭാരതത്തിന് എന്താണ് ഈ ഭാരതത്തിന്റെ സവിശേഷത? ഭാരതത്തിന് മഹത്തായ ഒരു പാരമ്പര്യമുള്ള രാഷ്ട്രമാണ്. യുഗാബ്ദം 5126 നാം സഞ്ചരിക്കുന്നത്. പാശ്ചാത്യ വർഷം 2025. 3000-ലധികം വർഷങ്ങളുടെ കാലഗണനയിൽ ഭാരതത്തിന് വ്യത്യാസം ചുരുങ്ങിയത്. അതിനർത്ഥം പാശ്ചാത്യ ലോകം ഈ പ്രപഞ്ചത്തെ 2025 വർഷത്തിലേക്ക് ചുരുക്കാൻ ശ്രമിച്ചപ്പോൾ 5126 വർഷം കലിക്ക് ശേഷമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ലക്ഷാവധി വർഷങ്ങൾ മുന്നോട്ട് പോകുവാനുണ്ട് എന്ന് ഭാരതം കരുതുന്നു. കാലഗണനയിൽ മഹത്തായ ഒരു പാരമ്പര്യം ഭാരതത്തിലുണ്ട്. മഹത്തായ പാരമ്പര്യമുണ്ട് എന്ന് മാത്രമല്ല, ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു സംസ്കാരം ഭാരതത്തിലുണ്ട്. അത് മോഹൻജോദാരയിലാണെങ്കിലും ഹാരപ്പയിലാണെങ്കിലും നാം നോക്കിയാൽ ഇന്നത്തെ ആധുനിക നഗര സംവിധാനങ്ങൾ, ഇന്നത്തെ ആധുനിക നഗര ശുചീകരണ സംവിധാനങ്ങൾ, കലപ്പയിൽ കർഷകർ, വളക്കൂറുള്ള മണ്ണ്, വ്യത്യസ്ത തരത്തിലുള്ള പാത്രങ്ങൾ, ശില്പങ്ങൾ, നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ, ഉത്ഖനനങ്ങളിലൂടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് പുറത്തു വരുന്നു. അങ്ങനെ കൃഷിയുടെ കാര്യത്തിൽ, വാസ്തുവിദ്യയുടെ കാര്യത്തിൽ എല്ലാം വളരെ ശോഭനമായ ഒരു ഭൂതകാലത്തിനുടമകളാണ് ഭാരതം. ലോകത്ത് 0 എന്ന ഒരു കണ്ടുപിടുത്തം ഈ സംഖ്യാശാസ്ത്രത്തിന്റെ മൗലികമായ വളർച്ചയുടെ കാരണമായി പറയുന്ന 0 എന്നത് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഭാരതത്തിലേക്കാണ്. പൈയുടെ വില എന്താ, ആരാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം തേടുന്നത് ഭാരതത്തിലേക്കാണ്. അക്കങ്ങൾ, അക്ഷരങ്ങൾ, സാഹിത്യങ്ങൾ എല്ലാം പിറന്നു വീണത് ഈ മണ്ണിൽ തന്നെയാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് ലോകത്തോട് നവഗ്രഹങ്ങളെ കുറിച്ച് നാം പറഞ്ഞത്. ഈ ഭാരതം തന്നെയാണ് ലോകത്തോട് പറഞ്ഞത് ഭൂമി സൂര്യനെ ചുറ്റുകയാണ് എന്ന് പറഞ്ഞത്. ഈ ഭാരതം തന്നെയാണ് ലോകത്തോട് പറഞ്ഞത് ഭൂമി ഉരുണ്ടതാണ് എന്ന്. ഈ സമയം അത്രയും പാശ്ചാത്യ ലോകത്തിൽ ഈ അറിവുകളെല്ലാം പുതിയവയായി. ഇവിടെയാണ് വൈദ്യശാസ്ത്രത്തിന്റെ പുത്തൻ മേഖലകൾ വെട്ടിപ്പിടിച്ചത്. സുശ്രുതൻ എന്ന ആയുർവേദ ഋഷി ഏതാണ്ട് 100-ലടുത്ത ആയുർവേദ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. മനുഷ്യന് വേണ്ടി മാത്രമല്ല, വൃക്ഷങ്ങൾക്കും ആരോഗ്യം ഉണ്ടാവണം എന്നുള്ള നിലയിൽ വൃക്ഷ ആയുർവേദം എന്ന പ്രത്യേക പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിനായി നളന്തയിലും തക്ഷശിലയിലും വന്നുപോയത് 10,000-ങ്ങളായിരുന്നു. ആയിരങ്ങൾക്ക് താമസിച്ച് പഠിക്കുവാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ രാഷ്ട്രം ലോകത്തിൽ സമ്പത്ത് കൊണ്ട് അതീതമായിരുന്നു. ഒരു കാലത്ത് ഇംഗ്ലീഷ് സാഹിത്യം രൂപപ്പെടുന്നതിന് മുമ്പ് ഷേക്സ്പിയറുടെ ആഗമനത്തോടു കൂടിയാണ് ഇംഗ്ലീഷ്
ഒരു പരിഷ്കൃത ഭാഷയായി മാറുന്നത്. 64,000 വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് കൊടുക്കുവാൻ വെറും 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ഷേക്സ്പിയർക്ക് സാധിച്ചു എന്നത് ലോകത്ത് മഹാത്ഭുതം തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് ലാറ്റിനായിരുന്നു ലോകത്തെ അംഗീകരിക്കപ്പെട്ട വരേണ്യ ഭാഷ. ആ ലാറ്റിനിലെ ഏറ്റവും പ്രമുഖനായ കവിയായിരുന്നു T.S. ഇലിയറ്റ്. അദ്ദേഹം അന്ധനായിരുന്നു. അന്ധനായ കവി എഴുതിയ ഏറ്റവും പ്രശസ്തമായ പുസ്തകമായിരുന്നു ദ പാരഡൈസ് ലോസ്റ്റ് എന്നുള്ളത്. സ്വർഗം നഷ്ടപ്പെടുകയാണ്. ചെകുത്താനും ദൈവവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു വിഭാഗത്തില് സ്വർഗം നഷ്ടപ്പെടുന്ന ഒരു വലിയ കവിതാ സമാഹാരമാണ്. അതിൽ ദൈവമിരിക്കുന്ന സിംഹാസനത്തെക്കുറിച്ച് എലിയറ്റ് വർണ്ണാഭമായി പറയുന്നു. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന രത്നാകരങ്ങളായ സിംഹാസനത്തിലാണ് ദൈവം അവിടെ ഇരുന്നത്. ചെകുത്താനെ ചൊടിപ്പിച്ചതാണ്.